സിങ്കിന്റെ കുറവ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ അത് കറക്റ്റായിട്ട് ബാധിച്ചേക്കാം. ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു മിനറലാണ്. 300-ലധികം എൻസൈം ആക്ടിവിറ്റീസ്, 1000-ലധികം ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, രോഗപ്രതിരോധ ശേഷി, സെൽ ഡിവിഷൻ, വൂൺ ഹീലിംഗ്, ഗ്രോത്ത്, അതേപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പിന്നെ മണവും രുചിയും തിരിച്ചറിയുന്നതിന് സിങ്ക് എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. അപ്പൊ സിങ്ക് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ വൂൺ ഹീലിംഗ് എന്ന് പറയുന്നത് മന്ദഗതിയിലാവും. അതായത് നമ്മുടെ മുറിവ് ഉണങ്ങുന്നത് വളരെ മന്ദഗതിയിലാവും. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് വിശപ്പില്ലായ്മ, അതുപോലെ നമ്മുടെ മുടി കൊഴിച്ചില്, പിന്നെ നമുക്ക് രുചിയും മണവും തിരിച്ചറിയാനുള്ള ഒരു ശേഷി കുറയുന്നത്, പിന്നെ നമുക്ക് മൂക്ക്, വായ, പിന്നെ ജനനേന്ദ്രിയം എന്നിവയുടെ ചുറ്റുമുള്ള സ്കിന്നിൽ റാഷസ് അഥവാ ഡെർമറ്റൈറ്റിസ് ഫോം ചെയ്യുന്നത്, പിന്നെ നമ്മുടെ കുട്ടികളിൽ അവരുടെ ഗ്രോത്ത് മന്ദഗതിയിലാവുന്നത്, പിന്നെ ലൈംഗിക പക്വത വൈകുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് സിങ്ക് ഡെഫിഷ്യൻസി കൊണ്ടുള്ള ലക്ഷണങ്ങൾ. ഇനി ആർക്കൊക്കെയാണ് സിങ്ക് ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസസ് കൂടുതൽ? അതായത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഉള്ളവർക്ക്, അതായത് മാലബ്സോർപ്ഷൻ ഡിസീസ് കണ്ടീഷൻ ഉള്ളവർക്ക്, പിന്നെ ദീർഘകാലമായിട്ട് വയറിളക്കം അഥവാ ഡയറിയ കണ്ടീഷൻസ് ഉള്ളവർക്ക്, പിന്നെ ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ ഡയാലിസിസ് ചെയ്യുന്നവർക്ക്, പിന്നെ പ്രായമായവരിലും സിങ്ക് ഡെഫിഷ്യൻസി വളരെ കോമൺ ആണ്. പിന്നെ വെജിറ്റേറിയൻ അഥവാ വീഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരിലും നമ്മൾ ഈ സിങ്ക് ഡെഫിഷ്യൻസി വളരെ കോമൺ ആണ്. അപ്പം ഈ സിങ്ക് റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓയിസ്റ്റർ ആണ് ഏറ്റവും സിങ്ക് റിച്ച് ആയിട്ടുള്ള ഫുഡ്. പിന്നെ റെഡ് മീറ്റ്, ബീഫ്, മട്ടണിലൊക്കെ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഷെൽ ഫിഷിലൊക്കെ, പ്രത്യേകിച്ച് ക്രാബ്സിലൊക്കെ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. പിന്നെ മിൽക്ക്, കേർഡ്, അതുപോലെ ചിക്കൻ, എഗ്ഗ്, ഇതിലൊക്കെ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. പിന്നെ പംകിൻ സീഡിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. പിന്നെ പരിപ്പ് പയർ വർഗ്ഗങ്ങളിലും സിങ്ക് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പരിപ്പ് പയർ വർഗ്ഗങ്ങളിൽ കൂടുതലായിട്ടും ഫൈറ്റേറ്റ് ഉള്ളത് കാരണം സിങ്കിന്റെ അബ്സോർപ്ഷൻ കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സിങ്ക് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് ഒരു ലക്ഷണങ്ങൾ മാത്രം നോക്കിയിട്ട് നമുക്കത് വിലയിരുത്താനായിട്ട് സാധിക്കില്ല. നമ്മുടെ രോഗലക്ഷണങ്ങൾ, ഭക്ഷണ രീതികൾ, മറ്റു റിസ്കുകൾ, പിന്നെ മറ്റു പരിശോധനകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സിങ്ക് ഡെഫിഷ്യൻസി റൂൾ ഔട്ട് ചെയ്യുന്നത്. ആവശ്യമില്ലാതെ ഈ സിങ്ക് സപ്ലിമെന്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോപ്പർ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സപ്ലിമെന്റ്സ് കഴിക്കുകയാണെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഫിസിഷ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ഭക്ഷണ രീതി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഒരു ഗുഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.